ട്രിച്ചിക്കടുത്തുള്ള പൂണ്ടിമാത ബസിലിക്ക കണ്ടതിന് ശേഷം തിരിച്ച് ട്രിച്ചിയിലെത്തി ട്രിച്ചിയിൽ നിന്നും തഞ്ചാവൂരേക്ക് നാം ഇപ്പോൾ പുറപ്പെടുകയാണ്. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ടെമ്പിൾ ലോകപ്രസിദ്ധമാണ്. നാം അവിടേക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രിച്ചിയിൽ നിന്നും അതുപോലെ തന്നെ പൂണ്ടിയിൽ നിന്ന് നാം വരുമ്പോഴും കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നാം തഞ്ചാവൂരിൻ്റെ ചരിത്രത്തെപ്പറ്റിയും തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തഞ്ചാവൂർ ഇന്നറിയപ്പെടുന്ന നാട് മുമ്പ് തഞ്ചൈ എന്നും തഞ്ചൂർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു നഗരമാണ് തഞ്ചാവൂർ. തമിഴ്നാട്ടിലെ 11ാമത്തെ വലിയ നഗരമാണ് തഞ്ചാവൂർ. ദക്ഷിണേന്ത്യൻ മതം, കല, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് തഞ്ചാവൂർ. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളായ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും തഞ്ചാവൂരിലും പരിസരങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ പണികഴിപ്പിച്ച ബൃഹദീശ്വര ക്ഷേത്രം നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരൊറ്റ ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കാളയുടെ പ്രതിമകളിൽ ഒന്നാണ് നന്ദി. ഈ നന്ദി ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. തഞ്ചാവൂർ ചിത്രകലയുടെ ആസ്ഥാനം കൂടിയാണ്. തഞ്ചാവൂർ ജില്ലയുടെ ആസ്ഥാനമാണ് തഞ്ചാവൂർ. കാവേരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു പ്രധാന കാർഷിക കേന്ദ്രമാണ്. ഇത് തമിഴ്നാടിൻ്റെ നെല്ലുപാത്രം, റൈസ് ബൗൾ എന്നുകൂടി അറിയപ്പെടുന്നു. 36.31 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തഞ്ചാവൂർ ഭരിക്കുന്നത്. കൂടാതെ 2,22,943 ആണ് ഇവിടുത്തെ ജനസംഖ്യ. റോഡ് വേകളാണ് പ്രധാന ഗതാഗത മാർഗം. അതേസമയം നഗരത്തിന് റെയിൽ കണക്ടിവിറ്റിയും ഉണ്ട്. നഗരത്തിൽ നിന്ന് 59.6 കിലോമീറ്റർ അകലെയുള്ള തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. തഞ്ചാവൂരിൽ നിന്നും 94 കിലോമീറ്റർ അകലെയുള്ള കാരയ്ക്കലാണ് ഏറ്റവും അടുത്തുള്ള തുറമുഖം. സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചപ്പോൾ ചോളരുടെ ഭരണകാലത്ത് നഗരം ആദ്യമായി പ്രശസ്തിയിലേക്ക് ഉയർന്നു. ചോളന്മാരുടെ പതനത്തിന് ശേഷം മുത്തരായർ രാജവംശം, പാണ്ഡ്യന്മാർ, വിജയനഗര സാമ്രാജ്യം, മധുരൈ നായ്ക്കർ, തഞ്ചാവൂർ നായ്ക്കർ, തഞ്ചാവൂർ മറാത്തകൾ, ബ്രിട്ടീഷ് സാമ്രാജ്യം തുടങ്ങിയ വിവിധ രാജവംശങ്ങൾ നഗരം ഭരിച്ചു. 1947 മുതൽ ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ്. ക്ഷേത്ര സമുച്ചയവും നടുവിൽ ക്ഷേത്രഗോപുരവും മറാത്ത കൊട്ടാരവും നെൽവയലും രാജരാജ ചോള മണ്ഡപവും തമിഴ് സർവകലാശാലയും കാണിക്കുന്ന ഒരു മോണ്ടേജ് ചിത്രം ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ തഞ്ചാവൂർ 11ാമത്തെ വലിയ നഗരമാണെങ്കിലും തഞ്ചാവൂർ തമിഴ്നാട്ടിലെ 7ാമത്തെ വലിയ നഗരമാണ്. കോർപ്പറേഷൻ പരിധി നീട്ടാത്തതിനാൽ നഗരത്തിൻ്റെ യഥാർത്ഥ വലിപ്പം മറഞ്ഞിരിക്കുന്നു. കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തഞ്ചാവൂർ. ബ്രിട്ടീഷുകാർ ഇതിനെ തഞ്ചോർ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ തഞ്ചാവൂർ ജില്ല തമിഴ്നാടിൻ്റെ അന്നപാത്രം എന്നും അറിയപ്പെടുന്നു. ചെന്നൈയിൽ നിന്ന് 200 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റി വന്ന ഒരു നഗരം കൂടിയാണ് തഞ്ചാവൂർ. അതുകൊണ്ട് ക്ഷേത്ര നഗരങ്ങൾക്കുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പട്ടണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിൻ്റെ പേരും തഞ്ചോർ എന്ന് തന്നെയാണ്. തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണ് അർത്ഥം. ആദി ദ്രാവിഡ കാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്ക, പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്നോ എത്തിയ അഭയാർത്ഥികൾ കുടിപാർത്ത ഒരു സ്ഥലമാകാനാണ് ഇത് സാധ്യത. തടങ്ങളിൽ നിന്നും പലായനം ചെയ്ത്
ഇവിടെ എത്തി എന്ന് കരുതുന്ന ചില ചരിത്രകാരന്മാരുമുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചുടയോർ എന്ന സന്യാസിവര്യൻ്റെ പ്രതിഷ്ഠയായിരുന്നു തഞ്ചുടയോർ പെരിയ കോയിൽ ആണ് ഇന്നത്തെ ബൃഹദീശ്വര ക്ഷേത്രം. തഞ്ചനൻ എന്ന അസുരൻ പണ്ട് ഈ നഗരത്തിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും അവസാനം ശ്രീ ആനന്ദവല്ലി ദേവിയും നീലമേഘ പെരുമാളും ചേർന്ന് വധിക്കുകയും ചെയ്തു എന്ന് മറ്റൊരു കഥയുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഈ അസുരൻ നഗരം പുനഃസൃഷ്ടിക്കുമ്പോൾ തൻ്റെ പേര് നൽകണമെന്ന് യാചിക്കുകയും കരുണ തോന്നിയ ദൈവങ്ങൾ അത് അനുവദിക്കുകയും അങ്ങനെ ഈ നഗരത്തിന് ആ പേര് വരികയും ചെയ്തു എന്നും ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. 848 വിജയലായ ചോളൻ തഞ്ചാവൂർ പിടിച്ചടക്കി ചോള സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ആരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എന്നത് ഇന്നും വ്യക്തമല്ല. അത് പാണ്ഡ്യവംശത്തിൽ പെട്ട മുത്തുരായന്മാരെയാണെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുമുണ്ട്. നഗരം കീഴടക്കിയ ശേഷം വിജയലായൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയായ നിശുംഭസുതനിയുടെ ക്ഷേത്രം ഇവിടെ പണിതു എന്നാണ് ചരിത്രം. രാജരാജ ചോളൻ്റെയും അദ്ദേഹത്തിൻ്റെ പൗത്രൻ രാജാധിരാജ ചോളൻ്റെയും ഭരണകാലത്ത് ഇവിടെ സമ്പന്നവും പ്രസിദ്ധവുമായി. രാജരാജ ചോളൻ 985 മുതൽ 1013 വരെയാണ് ഇവിടം ഭരിച്ചിരുന്നത്. അദ്ദേഹമാണ് തഞ്ചാവൂരിലെ അത്യാകർഷകമായ ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 12 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ക്ഷേത്ര ചുവരുകളിലെ കൊത്തുപണികളിലും മറ്റും ചോള രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളിലെ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബ പരമ്പരയും വിഷയമാക്കുന്നതുകൊണ്ട് ഇതൊരു നല്ല ചരിത്രരേഖ കൂടിയാണ്. ഈ ക്ഷേത്രത്തിലെ ലിഖിതങ്ങളിൽ നിന്നാണ് ചോള ഭരണകാലത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിൻ പ്രകാരം അന്ന് രാജാവ് ക്ഷേത്രത്തിനോട് ചേർന്ന് വീഥികൾ പണികഴിപ്പിക്കുകയും ഈ വീഥികൾക്ക് ഇരുവശവും ക്ഷേത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും വലിയ തെരുവ് വീരശാലൈ എന്നും അതിനോട് ചേർന്ന ചന്ത ത്രിഭുവന മേടവിയാർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. മണിമണ്ഡപം രാജരാജ ചോളൻ്റെ സ്മരണാർത്ഥം പണിതതാണ്. ക്ഷേത്രത്തിന് പുറമെ അനേകം മണ്ഡപങ്ങളോട് കൂടിയ കൊട്ടാരങ്ങൾ തഞ്ചാവൂരിലുണ്ടായിരുന്നു. രാജാക്കന്മാർ ഈ മണ്ഡപങ്ങളിലാണ് രാജസഭ നടത്തിയിരുന്നത്. പട്ടാളത്തിനുള്ള സൈനികപ്പുരകളും ഇവിടെ ഉണ്ടായിരുന്നു. തഞ്ചാവൂരിലെ ചന്തകളിൽ ധാന്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി, ആഭരണങ്ങൾ എന്നിവയും കച്ചവടം നടത്തിയിരുന്നു. കിണറുകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് ജലവിതരണവും നിലവിലിരുന്നു. തഞ്ചാവൂരിലെയും സമീപ പ്രദേശമായ ഉരയൂരിലെയും ശാലീയ നെയ്ത്തുകാരായിരുന്നു പട്ടണത്തിലേക്ക് ആവശ്യമായ തുണി നെയ്തിരുന്നത്. ജനങ്ങൾക്ക് വേണ്ട തുണിത്തരങ്ങൾക്ക് പുറമെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഉപയോഗിക്കുന്നതിനുള്ള കൊടിതോരണങ്ങൾക്കാവശ്യമായ തുണിയും ഇവർ നെയ്തു പോന്നു. രാജാവിനും പ്രഭുക്കന്മാർക്കും നേർത്ത നിലവാരമേറിയ പരുത്തി കൊണ്ടുള്ള തുണിയും സാധാരണക്കാർക്കായി നിലവാരം കുറഞ്ഞ കട്ടി കൂടിയ പരുത്തിനൂൽ കൊണ്ടുള്ള തുണിയുമായിരുന്നു നെയ്തത്. ഇങ്ങനെ നാം തഞ്ചാവൂരിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ കാറ് തഞ്ചാവൂർ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. തഞ്ചാവൂരിൽ നിന്നും കുറച്ചകലെയുള്ള സ്വാമിമലയിലെ സ്ഥപതികൾ എന്നറിയപ്പെടുന്ന ശില്പികളാണ് മനോഹരങ്ങളായ വെങ്കൽ ശില്പങ്ങളും അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഉയരത്തിലുള്ള ഓട്ടുവിളക്കുകളും നിർമ്മിച്ചിരുന്നത്. അവസാനത്തെ ചോള രാജാവായിരുന്ന രാജേന്ദ്രൻ ചോളൻ മൂന്നാമന് ശേഷം പാണ്ഡ്യന്മാർ ഇവിടം അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. പാണ്ഡ്യരുടെ തലസ്ഥാനം മധുരയായിരുന്നതുകൊണ്ട് അവരുടെ കാലത്ത് തഞ്ചാവൂരിന് വലിയ വില കൽപ്പിച്ചിരുന്നില്ല. അങ്ങനെ നാം തഞ്ചാവൂരിനെ കുറിച്ചും തഞ്ചാവൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർ തഞ്ചാവൂർ ക്ഷേത്രത്തിന് അടുത്തെത്തി.